ഹായ് ഗൈസ്, നമ്മുടെ ചാനലായ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായ കുബൂസാണ്. ഇതിലേക്കായി 4 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. 1 സ്പൂൺ ഈസ്റ്റ് എടുക്കാം. ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി 4 കപ്പ് മൈദ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 2-3 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റ് എടുത്ത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായി ഉയർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം. കുറഞ്ഞത് ഒരു 6 മിനിറ്റെങ്കിലും നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് നന്നായി കുഴച്ചതിന് ശേഷം ഇത്തിരി ഓയിൽ മുകളിൽ ഗ്രീസ് ചെയ്ത് മൂടി വയ്ക്കണം. ഇത് ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. കണ്ടോ, 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നമ്മൾ ഇത്രയും വീർത്തു, നല്ല സോഫ്റ്റ് മാവായി. ഇതിൻ്റെ ബബിള് കളയാൻ വേണ്ടി ഒന്നും കൂടി കുഴച്ചെടുക്കണം. ഇത് ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കണം കുബൂസിന് എടുക്കുന്നത്. കാരണം ചപ്പാത്തി പരത്താൻ അത്രയും കനം കുറച്ച് വേണ്ട കുബൂസ് പരത്താനായിട്ട്. കുബൂസ് പരത്തുമ്പോൾ കുറച്ച് കൂടി കനമുണ്ടായിരിക്കണം. ഈ കട്ട് ചെയ്യുന്ന ഓരോ പീസും പൊറോട്ടയ്ക്ക് ഉരുട്ടുന്ന പോലെ ഉരുട്ടി വയ്ക്കണം.
ഇതുപോലെ എല്ലാ മാവും ഒരുക്കി വയ്ക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കനത്തിലായിരിക്കണം കുപ്പൂസ് പരത്താനായിട്ട് കേട്ടോ. ഈ സമയം നമുക്ക് തവ ചൂടാക്കാൻ വെക്കാം. പരത്തിയ കുപ്പൂസ് തവയിലേക്ക്, നല്ല ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ബബിള് വന്നു തുടങ്ങുമ്പോൾ മറച്ചിട്ട് തുടങ്ങും. ബബിള് നേരിയതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ കുപ്പൂസും ചുട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുപ്പൂസ് നല്ല സോഫ്റ്റ് കുപ്പൂസായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. അടുത്തതായി ഞാനൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.